ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റോഡ് ടു ജോബ്. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് പോണ്ടിച്ചേരി റിക്രൂട്ട്മെൻറ്റ് 2024 ആണ്. PWD ഡിപ്പാർട്ട്മെൻറ്റാണ് ഈ നോട്ടിഫിക്കേഷൻ ഇറക്കിയത്. സ്റ്റാർട്ടിംഗ് ഡേറ്റ് ഓഫ് അപ്ലിക്കേഷൻ 7th August 2024. ലാസ്റ്റ് ഡേറ്റ് ഓഫ് അപ്ലിക്കേഷൻ 31st August ആണ്. ജൂനിയർ എഞ്ചിനീയർ സിവിൽ ആൻഡ് ഓവർസിയർ എന്നിങ്ങനെ 2 പോസ്റ്റാണ് നോട്ടിഫൈ ചെയ്തിട്ടുള്ളത്. ജൂനിയർ എഞ്ചിനീയർ സിവിൽ ആൻഡ് ഓവർസിയർ ഗ്രൂപ്പ് ബി. നെയിം ഓഫ് ദി പോസ്റ്റ് ജൂനിയർ എഞ്ചിനീയർ സിവിൽ. ലെവൽ 6 എന്ന് പറഞ്ഞാൽ പേ ലെവലാണ് ഉദ്ദേശിക്കുന്നത്. ലെവൽ 6. ടോട്ടൽ നമ്പർ ഓഫ് വാക്കൻസി 99. ജനറൽ 43, OBC 10, BCM 2, MBC 17, EBC 2, SC 15, ST 1, EWS 9, PWD 4 ആണ്. ഓവർസിയർ ലെവൽ 6 പോസ്റ്റാണ്. 69 പോസ്റ്റ് ഉണ്ട്. 31 ജനറൽ കാറ്റഗറി, OBC കാറ്റഗറി 7, BCM 1, MBC 12, EBC 1, SC 11, ST പോസ്റ്റ് ഇല്ല, EWS 6, PWD 3. ഇനി അബ്രിവേഷൻസ് നോക്കാം. OBC അതർ ബാക്ക്വേർഡ് ക്ലാസ്, MBC മോസ്റ്റ് ബാക്ക്വേർഡ് ക്ലാസ്, BCM ബാക്ക്വേർഡ് ക്ലാസ് മുസ്ലിംസ് ആണ്. അതുമാത്രമേ വ്യത്യാസമായിട്ടുള്ളൂ, അതുകൊണ്ടാണ് മെൻഷൻ ചെയ്തത്. എലിജിബിലിറ്റി കണ്ടീഷൻസ്: എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ ഫോർ JE ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ഫ്രം റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഓർ ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ഫ്രം റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് ഓവർസിയർ: എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ 3-year ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ഫ്രം ബോർഡ് ഓഫ് ടെക്നിക്കൽ എക്സാമിനേഷൻ. ഡിസൈറബിൾ ഡിഗ്രി ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ഫ്രം റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി. ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ 30 year ആണ്. നെക്സ്റ്റ് ഏജ് റിലാക്സേഷൻ ആണ്. OBC, BCM, EBC, MBC 3 year ആണ് ഏജ് റിലാക്സേഷൻ. SC ST 5 year. PWD കാൻഡിഡേറ്റ്സ് 10 years. അതിൽ തന്നെ 13 years ഫോർ OBC, BCM, MBC, EBC. 15 years ഫോർ SC ST. എക്സ് സർവീസ് ആണെങ്കിൽ പീരീഡ് ഓഫ് മിലിറ്ററി സർവീസ് പ്ലസ് 3 years. ഡിഫൻസ് പേഴ്സണൽ ആണെങ്കിൽ 3 years. 8 years ഫോർ SC ST. ഇൻ സർവീസ് അപ്ലിക്കൻ്റ് ആണെങ്കിൽ 5 years. വർക്കിംഗ് ഫോർ ലെസ് ദാൻ 3 year. 3 yearൽ കൂടുതൽ വർക്കിംഗ് എക്സ്പീരിയൻസ് വേണം. നേറ്റിവിറ്റി ഓർ റെസിഡൻസ് സർട്ടിഫിക്കറ്റ് അത് ഇമ്പോർട്ടൻ്റ് ആണ് ഇതിൽ. റിസർവേഷൻ പോണ്ടിച്ചേരി ഷെഡ്യൂൾ ട്രൈബ്, ഷെഡ്യൂൾ കാസ്റ്റ്, OBC കാറ്റഗറിക്ക് മാത്രമുള്ളതാണ്. പോണ്ടിച്ചേരിക്ക് പുറത്തുള്ള ആളുകൾ ജനറൽ കാറ്റഗറി ആയിട്ടാണ് കൺസിഡർ ചെയ്യപ്പെടുക. അപ്പോൾ അപ്ലൈ ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ച് മനസ്സിലാക്കി അപ്ലൈ ചെയ്യുക. ST SC റിസർവേഷൻ പുറത്തുള്ള ആളുകൾക്ക് ലഭിക്കുന്നതല്ല. കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ സെലക്റ്റഡ് അപ്ലിക്കൻസ് ബിലോങ് ടു OBC, MBC, BCM, EBC, SC ആൻഡ് ST should produce fresh community certificate obtained in the prescribed form issued by officer. പോണ്ടിച്ചേരി ഒരു യൂണിയൻ ടെറിട്ടറി ആയതുകൊണ്ട് തന്നെ പോണ്ടിച്ചേരിയിലുള്ള ആളുകൾക്ക് മാത്രമേ റിസർവ്ഡ് പോസ്റ്റിന് അർഹതയുള്ളൂ. അത് സ്ഥാപിക്കുന്ന ഒരു നിയമമാണിത്. അപ്ലിക്കൻ്റ് അപ്ലൈയിങ് അണ്ടർ ST quota should furnish community certificate issued under this law, the Constitution Pondicherry Scheduled Tribe Order 2016. അതേപോലെ തന്നെ EWS കാറ്റഗറി, എക്കണോമിക്കലി വീക്കർ സെക്ഷൻ കാറ്റഗറി ഷുഡ് സബ്മിറ്റ് ഇൻകം ആൻഡ് അസറ്റ് സർട്ടിഫിക്കറ്റ് ഒബ്റ്റൈൻഡ് ഫ്രം ഓഫീസർ കൺസേൺഡ്. നെക്സ്റ്റ് മോഡ് ഓഫ് റിക്രൂട്ട്മെൻറ്റ് നോക്കുകയാണെങ്കിൽ റിട്ടൺ എക്സാമിനേഷൻ ആയിരിക്കും. ക്വസ്റ്റ്യൻ പേപ്പർ ഡിപ്ലോമ സ്റ്റാൻഡേർഡിലായിരിക്കും. ക്വസ്റ്റ്യൻ പേപ്പർ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിരിക്കും. 2 പേപ്പർ ആയിരിക്കും. പേപ്പർ 1, പേപ്പർ 2. 100 മാർക്ക് ആയിരിക്കും ഈച്ച് വൺ. 2 hours ആയിരിക്കും ഡ്യൂറേഷൻ. ഇംഗ്ലീഷ് മീഡിയം ആയിരിക്കും ക്വസ്റ്റ്യൻ പേപ്പർ. പേപ്പർ 1 സബ് ടോപ്പിക്ക് നമുക്ക് നോക്കാം. ജനറൽ ഇംഗ്ലീഷ്, ജനറൽ അവയർനെസ്, ജനറൽ സയൻസ്, അനലിറ്റിക്കൽ ആൻഡ് റീസണിങ് എബിലിറ്റി അതിൻ്റെ 80%, കമ്പ്യൂട്ടർ നോളജ് 20% ചോദിക്കുക. പേപ്പർ 2 സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ്, ബിൽഡിംഗ് മെറ്റീരിയൽസ്, എസ്റ്റിമേഷൻ, ETC. ക്വസ്റ്റ്യൻ പേപ്പർ ഈ സിലബസ് അനുസരിച്ചായിരിക്കും പ്രിപ്പയർ ചെയ്യുക. അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതലൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ഈ സബ്ജക്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതിയാവും. പേപ്പർ 2 100% ദിസ് കോൺസെപ്റ്റ്സ്
0.25 മാർക്ക് നെഗറ്റീവ് മാർക്കായിട്ട് ഓരോ തെറ്റുത്തരത്തിനും പോകും. വെയിറ്റേജ് ഓഫ് മാർക്ക് കണക്കാക്കുന്നത് 25% വെയിറ്റേജ് വിൽ ബി ഗിവൺ ഫോർ പേപ്പർ 1, 75% വെയിറ്റേജ് വിൽ ബി ഗിവൺ ടു പേപ്പർ 2. പെൻ ആൻഡ് പേപ്പർ ആയിരിക്കും എക്സാം. ആൻസർ കീ വിൽ ബി പബ്ലിഷ്ഡ് ഇൻ ദ റിക്രൂട്ട്മെൻറ്റ് വെബ്സൈറ്റ്, ഈ കാണിച്ചിട്ടുള്ള വെബ്സൈറ്റിൽ. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്ന സെലക്ഷൻ പ്രൊസീജിയറാണ്. മിനിമം ക്വാളിഫയിങ് മാർക്ക് പ്രിസ്ക്രൈബിൾ ഫോർ റിട്ടേൺ എക്സാമിനേഷൻ. പേപ്പർ 1നും പേപ്പർ 2നും സെപ്പറേറ്റ് ആണ് മിനിമം ക്വാളിഫയിങ് മാർക്ക്. ഓരോ കാറ്റഗറിക്കും വ്യത്യാസമുണ്ട്. ജനറൽ കാറ്റഗറിക്ക് 30%, MBC, OBC, EWS, EBS, BCM 25% മാർക്ക് മതിയാവും. SC, ST, PWD 20% മതിയാവും. ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നത് പേപ്പർ 1ൻ്റെയും പേപ്പർ 2ൻ്റെയും ഓൾ ടുഗദർ സമ്മാണ്. നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് വാലിഡിറ്റി ഓഫ് റിസൾട്ട്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, 2 years ഫ്രം ദ ഡേറ്റ് ഓഫ് ഡിക്ലറേഷൻ ഓഫ് റിസൾട്ട് ആണ് വാലിഡിറ്റി ആയിട്ട് കണക്കാക്കുന്നത്. വെയിറ്റിംഗ് ലിസ്റ്റിലുള്ളവർക്ക് ഇതൊരു ചാൻസാണ് 2 വർഷത്തേക്ക് വരെ വെയിറ്റ് ചെയ്യാം. ഒന്നോ അതിലധികമോ ആളുകൾക്ക് മാർക്ക് സെയിം ആയാൽ ഡേറ്റ് ഓഫ് ബർത്ത് നോക്കി സീനിയർ ഉള്ളവർക്കായിരിക്കും മുൻഗണന കൊടുക്കുക. അത് നെക്സ്റ്റ് പ്രയോറിറ്റി വരുന്ന ആൽഫബറ്റിക് ഓർഡറാണ്. ഡേറ്റ് ആൻഡ് വെന്യൂ ഓഫ് എക്സാമിനേഷൻ വിൽ ബി ഹെൽഡ് ഓൺലി ഇൻ പോണ്ടിച്ചേരി. അപ്പോൾ എല്ലാവരും പോണ്ടിച്ചേരിയിലായിരിക്കും എക്സാമിനേഷൻ എഴുതാൻ പോവേണ്ടത്. റിക്രൂട്ട്മെൻറ്റ് വെബ്സൈറ്റ് നിരന്തരമായി നോക്കുക. ഡേറ്റ് ആൻഡ് വെന്യൂ അതിൽ പബ്ലിഷ് ചെയ്യുന്നതാണ്. ഈ കാണിച്ചിരിക്കുന്ന വെബ്സൈറ്റിലാണ് അപ്ലൈ ചെയ്യേണ്ടത്. 31/8/2024 വരെയാണ് അപ്ലൈ ചെയ്യേണ്ട സമയം. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടോ അപ്ലൈ ചെയ്യുന്നതിൽ എന്തെങ്കിലും സംശയങ്ങളോ വന്നാൽ ഹെൽപ്പ് ലൈൻ നമ്പറിൽ വിളിക്കാവുന്നതാണ്. ഈ കാണിച്ചിരിക്കുന്നതാണ് ഹെൽപ്പ് ലൈൻ നമ്പർ. 10 മണി മുതൽ 5 മണി വരെ നമുക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ക്ലാരിഫിക്കേഷൻ ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഈ ഹെൽപ്പ് ലൈൻ നമ്പറുമായി ബന്ധപ്പെടുക. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. അതോടൊപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും ഇന്ന് തന്നെ അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടി ഞങ്ങൾ അപ്ലൈ ചെയ്തു തരുന്നതാണ്. ഈ നമ്പറുമായി കോൺടാക്റ്റ് ചെയ്യുക. താങ്ക്